കൊടുങ്ങല്ലൂർ ദാറുസലാം ജുമാ മസ്ജിദിന്റെ വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കിയ ജമാഅത്തെ ഇസ്ലാമിയുടെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് സ്വന്തം സംഘടനയിൽ തന്നെ ഒരു വിഭാഗം. ക്രമക്കേടുകൾ പുറത്തറിഞ്ഞതോടെ ഗത്യന്തരമില്ലാതെ സംഘടനാ നേതാക്കൾ വീഴ്ചകൾ സമ്മതിച്ചു. അന്യായമായി കൈമാറ്റം ചെയ്ത സ്വത്തുക്കൾ തിരികെ നൽകാമെന്ന് രേഖാമൂലം വിശ്വാസികൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് വാക്ക് പാലിക്കാതെ സംഘടന പിന്മാറുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന കത്തും ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെളുത്തക്കടവ് ദാറുസലാം ജുമാ മസ്ജിദ് 2021 20.8 സെന്റ് ഭൂമിയാണ് സർക്കാരിന് വിട്ടു നൽകിയത്. ഭൂമിക്ക് നഷ്ടപരിഹാരമായി വൻ തുക ലഭിക്കുമെന്ന് ഉറപ്പായതോടെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ നേതൃത്വത്തിൽ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി പള്ളി കമ്മിറ്റി സെക്രട്ടറിയും ഖത്തീബുമായിരുന്ന ജമാഅത്തെ നേതാവ് അബ്ദുൽ ലത്തീഫിന്റെയും ജില്ലാ പ്രസിഡന്റ് കെ ഷാനവാസിന്റെയും നേതൃത്വത്തിൽ സ്വത്തുക്കളും പണവും സംഘടനയ്ക്ക് കീഴിൽ പുതുതായി രൂപീകരിച്ച ട്രസ്റ്റിലേക്ക് കൈമാറ്റം ചെയ്തു. എന്നാൽ മുൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റും ജമാഅത്തെ അനുഭാവിയുമായ കൂടമ്പള്ളി മക്കാർ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവർ നടത്തിയ അനധികൃത ഇടപാടുകൾ അത്രയും കണ്ടെത്തുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതാചാരപ്രകാരം നമ്മൾ വിശ്വസിക്കണം, അവിശ്വസിക്കാൻ പാടില്ല. കൂടെ നിൽക്കുന്ന ഒരാളെ, അതായത് ഒരു ജുമാ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ പ്രധാനപ്പെട്ട ആള് ഖത്തീബാണ്. ആ ഖത്തീബ് പറയുന്നത് കളവായിരിക്കില്ല, വിശ്വസിക്കാൻ പറ്റൂ. ആ സ്ഥാനത്ത് നിന്നിങ്ങനെ കളവ് പറയാൻ പാടില്ല. ജമാഅത്തെ നേതാക്കൾ നടത്തിയ വഞ്ചന മക്കാർ വെളിപ്പെടുത്തിയതോടെ ഒരു വിഭാഗം ജമാഅത്തെ ഇസ്ലാമി അനുകൂലികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തുന്നത്. തുടർന്ന് മസ്ജിദ് കമ്മിറ്റിക്ക് മുമ്പിൽ സംഘടന നടത്തിയ ചതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ഇവർ പള്ളിക്ക് മുമ്പിൽ നോട്ടീസ് വെച്ച് പൊതുജനങ്ങളെ വിവരം അറിയിച്ചു. സംഭവം വിവാദമായതോടെ മസ്ജിദ് കമ്മിറ്റി ഓഡിറ്റിംഗും പരിശോധനകളും നടത്തി. ഈ പരിശോധനകളിലാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ കൂടുതൽ ക്രമക്കേടുകൾ വ്യക്തമാകുന്നത്. ഇതിന് പിന്നാലെ ജനകീയ പ്രതിഷേധവും രൂക്ഷമായി. ആരോപണ വിധേയരായവരെ ഒഴിവാക്കി പുതിയ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. ഇതോടെയാണ് വീഴ്ചകൾ സംബന്ധിച്ച് തട്ടിയെടുത്ത സ്വത്തുക്കൾ തിരികെ നൽകാമെന്ന് കാട്ടി മസ്ജിദ് കമ്മിറ്റിക്ക് ജമാഅത്തെ നേതാക്കൾ രേഖാമൂലം ഉറപ്പ് നൽകിയത്. എന്നാൽ നിയമപാലകരുടെ കൂടി സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ നൽകിയ ഉറപ്പ് പാലിക്കാൻ ജമാഅത്തെ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരുപാട് പേര് ഇതിനെതിരാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇപ്പോഴത്തെ അമീറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. അയാൾ എന്നെ അങ്ങനെ അടുപ്പിച്ചില്ല. എന്ന് വെച്ചാൽ തന്നില്ല, സംസാരിക്കാൻ തയ്യാറായില്ല. ഞാൻ മറ്റു പല വഴിക്കും ആലോചിച്ചിട്ട് അവരെ പോയി സംസാരിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ അസിസ്റ്റൻ്റ് അമീർ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് ശരിയാക്കി തരാം എന്നൊരു ചെറിയ വാഗ്ദത്തം തന്നിരുന്നു. ഇത് കുറേ ആൾക്കാർ നല്ലതായിട്ടുണ്ട്. അവർക്കിത് തിരിച്ചു തരണം. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതിൽ നിൽക്കുന്നതാണ് ഈ സ്ഥാപനം. ഞങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയിൽ വിശ്വസിക്കുന്നവരാണ്. മസ്ജിദ് കമ്മിറ്റിയും വഖഫ് സംരക്ഷണ സമിതിയും പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തുടക്കം മുതൽ ആവർത്തിക്കുന്ന ജമാഅത്തെ നേതാക്കൾ ഇത്തരമൊരു കത്ത് നൽകിയിട്ടില്ലെന്നാണ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം അംഗീകരിച്ചാൽ കോടതിയിൽ ഉണ്ടാകാനിടയുള്ള തിരിച്ചടി മുമ്പിൽ കണ്ടാണ് സംഘടനയുടെ നിലപാട് മാറ്റമെന്നും ഇതിനോടകം വിമർശനം വരുന്നിട്ടുണ്ട്. അത് കൃത്യമാണല്ലോ. ആ കരാർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അവരത് നിഷേധിക്കുന്നത്. പോലീസ് അധികാരികൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായെന്നും അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകരുത് എന്ന് കണക്കാക്കിയും ഇത്തരം അവരെ കൂടി വിളിച്ചിരുത്തിയിട്ടാണ് കരാറുണ്ടാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന വഖഫ് സ്വത്ത് അപഹരണത്തിനും സാമ്പത്തിക കൊള്ളയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതര സമുദായ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വെളുത്തക്കടവിലെ വിശ്വാസികൾക്ക് പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംഘടിതമായി ഒന്നിച്ചു നിന്ന് ജനകീയ സമരത്തിലൂടെയും നിയമപരമായും പ്രശ്നം പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും വഖഫ് സംരക്ഷണ സമിതിയും. ലിവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.